ശശി തരൂർ വീണ്ടും കോൺഗ്രസിന് തലവേദനയാവുകയാണ്. സത്യത്തിൽ ശശി തരൂരിന്റെ പേര് പറയുമ്പോൾ ഇങ്ങേർക്ക് അങ്ങ് BJP-യിലേക്ക് പൊക്കൂടെ എന്ന് ചോദിച്ചു പോവുകയാണ് അല്ലെ. ഇസ്രായേലിനെ പിന്നെ എന്താ പറയുക വിമർശിച്ചുകൊണ്ട് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തുകയാണ്. പലസ്തീനിലെ ഗാസയിലും കുഞ്ഞുങ്ങളുടെ ജീവന് നെതന്യാഹു മറുപടി പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഞ്ഞടിക്കുകയാണ് സോണിയാഗാന്ധി. അപ്പോഴാണ് കോൺഗ്രസിനെ ശശിയാക്കിക്കൊണ്ട് ശശി തരൂർ രംഗപ്രവേശനം ചെയ്തത്. ഇസ്രായേൽ എംബസി ഒരു വിരുന്ന് നടത്തി. അതിൽ തരൂറിനെ വിളിച്ചു. കോൺഗ്രസ് അറിയാതെ തരൂർ എത്തി വിരുന്നിലൊക്കെ പങ്കെടുത്തു. ശേഷമാണ് കോൺഗ്രസ് അറിയുന്നത് ശശി തരൂർ വീണ്ടും നമ്മളെ ശശിയാക്കിയത്. എന്തായി തരൂരിന്റെ ഉദ്ദേശം എന്താണ്? ശശി തരൂർ എന്ന തലവേദന കോൺഗ്രസിന് മാറൂല. കോൺഗ്രസ് നല്ല മരുന്നൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല അതിനകത്ത്. ഇതിൽ ഒറ്റ കാര്യമുള്ളൂ, ശശി തരൂർ ഇന്നല്ലെങ്കിൽ നാളെ BJP-യിലേക്ക് പോകാനുള്ളതാണ്. പക്ഷെ കോൺഗ്രസ് പറഞ്ഞു വിടണം, പുറത്താക്കണം കോൺഗ്രസ്. അല്ലാതെ ഞാൻ പോവില്ല എന്നുള്ള നിലപാടിലാണ് ശശി തരൂർ. കാരണം ശശി തരൂർ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് നാളെ പറയാം കോൺഗ്രസിനെ ചതിച്ചിട്ട് ശശി തരൂർ പോയി എവിടെ ഇരുന്ന ഒരാളെ പിടിച്ച് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് എം പി ആക്കി നല്ല ഷൈൻ ചെയ്തു. ഈ കണ്ട ഇതെല്ലാം ഒരുക്കി കൊടുത്തത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ ചെലവിലാണ് അയാൾ ഇത്രയും കാലം പാർലമെന്റിനകത്തും പുറത്തും ഇപ്പം ഈ പറഞ്ഞ വിദേശ യാത്രയ്ക്ക് പോലും സൗകര്യം കിട്ടിയത് അയാൾ കോൺഗ്രസിന്റെ MP ആയിട്ട് പാർലമെന്റിനകത്ത് ഉണ്ടായതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കോൺഗ്രസിന് പറയാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ശശി തരൂർ കോൺഗ്രസ് പുറത്താക്കുന്നത് വരെ കോൺഗ്രസ്സുകാരനായിരിക്കും. ശശി തരൂരിന് കൃത്യമായിട്ട് നിലപാടുണ്ട്. അത് കോൺഗ്രസിനകത്തുള്ളപ്പോഴും കോൺഗ്രസുമായിട്ട് ഉടക്കി നിൽക്കുന്ന സമയത്താണെങ്കിലും ശശി തരൂരിന്റെ നിലപാടിൽ കൃത്യമായിട്ട് കൃത്യതയുണ്ട്. ശശി തരൂരിന് എന്ത് പറയണം എന്ത് പറയണ്ട എന്നതിനെ കുറിച്ച് വ്യക്തത ഉള്ളത് കൊണ്ട് തന്നെ ആരോട് ഏത് സമയത്ത് പറയണം. അതിപ്പം നമ്മൾ കഴിഞ്ഞ പഹൽഗാം ഭീകരാക്രമണമൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ സിന്ദൂരം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ കുറച്ച് ഡെലിഗേറ്റ്സിനെ അയച്ചിട്ടുണ്ടായിരുന്നു വിവിധ രാഷ്ട്രങ്ങളിൽ. ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി അതിനകത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് അയച്ച ഒരാൾ ശശി തരൂരാണ്. അതായത് കോൺഗ്രസിനോട് നിങ്ങളുടെ ഒരു പ്രതിനിധിയെ തരൂ എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ. പക്ഷേ ഞങ്ങൾ ആരെയും അയക്കുന്നില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ പ്രത്യേക ക്ഷണിതാവ് എന്ന നിലയിൽ ശശി തരൂരിനെ അവർ കൊണ്ടുപോയി വിദേശ രാഷ്ട്രങ്ങളിൽ. അത് കോൺഗ്രസ് കൊടുത്ത പേര് ശശി തരൂരിന്റെ പേരില്ല. എന്നിട്ട് BJP ശശി തരൂരിനെ കൊണ്ടുപോയി. എന്നിട്ട് പോയി വന്നതിന് ശേഷം പ്രധാനമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോഴൊക്കെ പിന്നീട് അയാൾ പുറത്തു വന്നിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് വരെ കോൺഗ്രസ് നെഞ്ചിരിപ്പാ BJP-യിലേക്ക് പോവൂ ഇനി അതായിരിക്കും അടുത്ത പ്രഖ്യാപനം എന്നുള്ള ഇതാ. എന്നിട്ട് ബാക്കിയവർക്ക് അത് ശശി തരൂർ പോയതിന്റെ പുറകെ അയാളെ കുറ്റം പറഞ്ഞിട്ട് ബാക്കിയുടെ സംഭവങ്ങൾ റെഡിയാക്കണം, അതിന്റെ ഇതിലാണ്. പക്ഷെ ശശി തരൂർ പോയില്ല. ശശി തരൂർ വന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ വിദേശയാത്ര നടത്തിയതിൻ്റെ ഡീറ്റെയിലാണ് സംസാരിച്ചത്. വിവിധ രാഷ്ട്രങ്ങളുമായിട്ട് ഉണ്ടാക്കിയ ബന്ധത്തെക്കുറിച്ചും അവിടെ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഭീകരാക്രമണത്തെക്കുറിച്ചും ഭീകര രാഷ്ട്രങ്ങളെ ഒറ്റപ്പെടുത്തണമെന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ശശി തരൂരിനെ കോല് വെക്കാനായിട്ട് കോൺഗ്രസ് എന്തെങ്കിലും നോപ്പിക്കും. ശശി തരൂർ തിരിച്ച് വേറൊരെണ്ണം കൊടുക്കും. ഇത് ഗിവ് ആൻഡ് ടേക്ക് റെസ്പോൺസ് ആ ഒരു ഇതാണ്. ആ ഇതിലാണ് ഇപ്പോൾ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ശശി തരൂർ ഇന്നല്ലെങ്കിൽ നാളെ BJP-യിൽ ചേരാനുള്ളതാണ്. അത് എൻ്റെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം കോൺഗ്രസിനകത്തുള്ള സമയത്താണെങ്കിലും ഉപരാഷ്ട്രപതിയാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം നിങ്ങളിൽ ഒരാളെ ഞങ്ങൾ ഉപരാഷ്ട്രപതിയാക്കുന്നു ശശി തരൂരിനെയാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അയ്യോ വേണ്ട ഞങ്ങൾ എടുക്കൂല എന്ന് പറയാൻ പറ്റുമോ? ആ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇനി കോൺഗ്രസ് പോകാൻ പോകുന്നത്. പക്ഷെ വിജേഷ വേറൊരു കാര്യമുണ്ട്. തരൂർ കോൺഗ്രസിൽ നിൽക്കുന്നെങ്കിലും തരൂരിന്റെ നിലപാടുകൾ തുടക്കം മുതലേ ഉണ്ട് അല്ലെ. നിലപാടില്ലായ്മ തരൂരിനെ ഞാൻ കണ്ടിട്ടില്ല. പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കും. ഇപ്പോൾ CPM-ന്റെ കാര്യത്തിൽ ഒരു തെറ്റ് സംഭവിച്ചെങ്കിൽ അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാവുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല അംഗീകരിക്കേണ്ട കാര്യങ്ങളെ അംഗീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു ചോദ്യം ചോദിച്ചിടത്ത് അദ്ദേഹം പറഞ്ഞത് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു മോദി എന്ത് ചെയ്തു എന്നുള്ളതല്ല, രാജ്യത്തിന് വേണ്ടി ആരെന്ത് ചെയ്താലും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. രാഷ്ട്രീയമല്ല, അത് രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയം ഉണ്ടാകൂ. അതൊക്കെ ശരിയാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ്. ഇതാണ് അദ്ദേഹത്തെ കോൺഗ്രസ്സുകാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. പറയുന്ന കോൺഗ്രസ്സുകാർക്ക് പൊതുവെ നിലപാടില്ലായ്മ ഉണ്ടെന്ന് എപ്പോഴും പറയും. കാരണം ഇന്നൊരു ഗ്രൂപ്പിൽ നിൽക്കുന്ന ആള് നാളെ ചിലപ്പോൾ മറുകണ്ഠം ചാടി ABCDEFGHIJK ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിലൊക്കെ ഏതിലാണ് പോണേന്ന് ഇവർക്ക് തന്നെ ഒരു ഭയമാണ്. അപ്പൊ ആ സ്ഥിതിക്ക് തരൂർ അതിലൊക്കെ വ്യത്യസ്തനാണ്. തരൂറിൻ്റെതായ ഒരു നിലപാടുണ്ട്. അതിന് ആരെങ്ങനെ ഏതൊക്കെ വിധത്തിൽ ചോദിച്ചാലും പറഞ്ഞാലും തരൂർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കും. പിന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം
കഴിഞ്ഞ തവണത്തെ പോലെ അതിന്റെ അങ്ങേ തവണത്തെ പോലെ അല്ല തരൂരിന് കഴിഞ്ഞ തവണ കിട്ടിയ. തരൂരിന് കഴിഞ്ഞ തവണ വലിയ വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ. പിന്നെ ഒരുപക്ഷെ പിന്നെ ഈ മത്സ്യമേഖലകൾ അത്തരത്തിൽ തീരദേശ മേഖലകൾ പിന്നെ കൂടെ നിന്നില്ല എങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ തിരുവനന്തപുരത്ത് ജയിച്ചേനെ. കാരണം അത്ര വലിയ വോട്ടിന്റെ കുറവ് തരൂരിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തരൂരിന്റെ ഈ നിലപാടില്ലായ്മ, തീരദേശവാസികളോട് കൂടുതൽ അടുപ്പമില്ലായ്മ, ഇതൊക്കെ ഒരു പരിധിവരെ ഇനി തരൂരിനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തരൂർ പറഞ്ഞത് ഞാൻ ഇനി മത്സര രംഗത്തേക്കില്ല എന്ന് തീർത്തും പറഞ്ഞത്. അല്ല, അത് മാത്രമല്ല, ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസുമായിട്ട് അത്ര വലിയ അടുപ്പൊന്നും കീപ്പ് ചെയ്യാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ആരുമായിട്ട് വെറും പാരയാണെന്നും കുത്താണെന്നും ശശി തരൂർ നന്നായിട്ട്. ശശി തരൂർ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിച്ചത് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വമാണ്. ഇവര് തന്നെ പറഞ്ഞൊരു ABCD to Z വരെ ഉള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന അവരുടെ നിലപാടില്ലായ്മ കൊണ്ട് മാത്രമല്ല, അവർക്ക് വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾ ഈ പാർട്ടി ഉപയോഗിച്ച് എന്ത് നേടാം എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അവർക്ക് അണികൾ താഴെത്തട്ടിലുള്ള ഇപ്പം നമ്മൾ ചുരൽമല സംഭവം ഉണ്ടായില്ലേ, ഇവർ വീട് നിർമ്മിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് പൈസ പിരിച്ചു. ആ പൈസ പിരിച്ചതിൻ്റെ പേരിലുള്ള അടിയാണ് ഇപ്പം നടക്കുന്നത്. അതായത് താഴെത്തട്ടിലുള്ള മണ്ഡലം കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റി മുതൽ പണപ്പിരിവും സ്വന്തം കാര്യം സ്വന്തം കീശ എങ്ങനെ വിറപ്പിക്കാം, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് കോൺഗ്രസ് മാറി. അതേ സംബന്ധിച്ച് അങ്ങനെ ഓരോ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി എങ്ങനെ വിനിയോഗിക്കാം എന്നാണ് പാർട്ടിയെ ഉപയോഗിച്ചിട്ട് സ്വന്തം കീശ എങ്ങനെ വീർപ്പിക്കാം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ഓരോ പദവികൾ കിട്ടാതെ വരുമ്പോൾ, സ്വന്തം താല്പര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് ഇവർ അടുത്ത ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് പോകും. ഒരു പാർട്ടിയായിട്ട് ഇതിന് മുന്നണി എന്നുള്ള. അപ്പം മുന്നണി സംവിധാനത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു സീറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കണം. ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ എന്നുള്ള പറഞ്ഞിട്ട് ഇവർക്ക് പോയി യാതൊരു മടിയില്ല. അതിനിടയിലാണ് കൃത്യമായിട്ട് ശശി തരൂരിനെ പോലുള്ള ഒരു നേതാവ് അവർക്ക് അവരുടെ കോൺഗ്രസിൻ്റെതായ ഇത്രയും കാലഘട്ടങ്ങളായിട്ടുണ്ടായിരുന്ന പല നിലപാടുകളെയും പൊളിച്ചെഴുതിക്കൊണ്ട് ശശി തരൂർ കൃത്യമായിട്ട് കാര്യങ്ങൾ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവിടെ വ്യക്തികൾക്കല്ല പ്രാധാന്യം, നിലപാടിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി CPM-നോടായാലും BJP-യോടായാലും ലീഗിനോടായാലും ആരോടാണെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക, അവർക്ക് കൃത്യമായിട്ട് സൂചനകൾ കൊടുക്കേണ്ടതാണെങ്കിൽ അത് കൊടുക്കുക. അത് പറയാൻ കഴിവുള്ള കേരളത്തിലൊരു നേതാവാണ് ശശി തരൂർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസ്സിന് ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടൊരു നിലപാടുള്ള മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് മത്സര രംഗത്തേക്ക് വരാൻ സാധിക്കുന്നത് ശശി തരൂർ മാത്രമേ ഉള്ളൂ. VD സതീശനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന എന്താവും അവസ്ഥ എന്നറിയാം. VD സതീശനെ കൊണ്ടുവന്നാൽ ചെന്നിത്തല മരിക്കണം. VD സതീശൻ മുഖ്യമന്ത്രിയാണെങ്കിൽ ചെന്നിത്തല വേറെ. അതാ പറഞ്ഞ സോക്രട്ടീസിന്റെ വാള് പോലെ ഇങ്ങനെ തലക്ക് മുകളിൽ നിൽക്കുന്ന KC വേണുഗോപാൽ. KC അവിടെ നിങ്ങൾ ഒരു കുപ്പായി നിന്നിട്ട് നേരെ വരുമ്പോൾ ഇലക്ഷൻ ആവാനാവും, ഞാനാണ് അടുത്ത മുഖ്യമന്ത്രി മാറ്റി. അപ്പൊ ഇവർക്ക് ആർക്കും വേറെ ഒന്നും പറയാൻ പറ്റില്ല. AICC ജനറൽ സെക്രട്ടറിയാണ് KC വേണു. അപ്പൊ ഇവർക്ക് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ പറ്റി ചുമക്കുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഇവർക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇവർ ചെയ്യാൻ പോകുന്ന പണി എന്താ? ഇവർ KC-യുടെ കാലുകാരും KC-നെ തോൽപ്പിക്കാനുള്ള പണികൾ നോക്കും. എന്നിട്ട് VD സതീശനും ചെന്നിത്തലും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കും. സ്വാഭാവികമായിട്ട് അവർ രണ്ടാളും ജയിക്കാനുള്ള സീറ്റുകൾ. അങ്ങനെയാണെങ്കിൽ ലീഗ് 5ാം പദം ചോദിച്ചിരിക്കുകയല്ലേ? അത് ഓൾറെഡി ചോദിക്കുമല്ലോ അവര്. 5ാം മാത്രമല്ല, അവര് ഉപമുഖ്യമന്ത്രി ചോദിക്കും, വേണമെങ്കിൽ പറ്റുമെങ്കിൽ അവരടുത്ത് ആഭ്യന്തരം ചോദിക്കും. അതാണ് ആഭ്യന്തരം ചെന്നിത്തല വിട്ടു കൊടുക്കൂല. ഇപ്പൊ സതീശൻ മുഖ്യമന്ത്രിയായ ആഭ്യന്തരം ചെന്നിത്തലയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ചെന്നിത്തല മിണ്ടാതിരിക്കുവോ? സതീശൻ മുഖ്യമന്ത്രി ആണെങ്കിൽ സതീശൻ ഉറക്കുന്ന ആരെങ്കിലും വിളിച്ച് എഴുന്നേൽപ്പിക്കണം. അല്ലാണ്ട് സതീശൻ മുഖ്യമന്ത്രി ആയെന്ന് കാണാൻ പറ്റൂല. കാരണം സതീശൻ നല്ല PR വർക്ക് നടത്തുന്നുണ്ട്. PR വർക്ക് കൊണ്ട് ഇലക്ഷൻ ജയിക്കൂല. അതാദ്യം മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയിലും ഇതിലും കാണുന്നൊന്നുമല്ല. സാധാരണ പ്രതിപക്ഷ നേതാവല്ലേ? പ്രതിപക്ഷ നേതാവ് ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു ചെന്നിത്തലയൊക്കെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നല്ല രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് പോയിരുന്നു. ഇത് ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവിന് ഇന്ന് വരെ കോൺഗ്രസ് കണ്ടിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ഗതികെട്ട ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു കാര്യത്തിലും പ്രതികരിക്കാത്ത മൗനി ഭാവയായ ഒരു പ്രതിപക്ഷ നേതാവ്. അല്ല, മൗനി ഭാവെന്ന് മാത്രമല്ല, അയാൾ ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത്. എന്നിട്ട് അതേ സാധനത്തിന്റെ വീഡിയോ ക്ലിപ്പിങ്ങുകൾ മാധ്യമപ്രവർത്തകർ കാണിച്ചു കൊടുക്കുമ്പോൾ ഞാനല്ല പറഞ്ഞതെന്ന് പറയും. എന്തൊരു മനുഷ്യനാണ് ഇയാളാണ് പ്രതിപക്ഷ നേതാവ്. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും നിലപാടുള്ള ഒരു കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശശി തരൂർ മാത്രം. അപ്പൊ ശശി തരൂരിന്റെ നിലപാടുകൾ ഒരിക്കലും കോൺഗ്രസിന് പല ഘട്ടങ്ങളിൽ അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അത് കോൺഗ്രസിന്റെ തരൂരിന്റെ കുഴപ്പമില്ല. സ്വാഭാവികമായിട്ടും ശശി തരൂർ BJP-യിലേക്ക് പോകും. ഇല്ലെങ്കിൽ ഇതുപോലത്തെ അടികൾ ഓരോന്നോരോന്ന് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കോൺഗ്രസിന് ശശി തരൂർ തന്നെ കൊടുക്കും.